ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് നായകനായ കൂലി സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിനു വേണ്ടി മാത്രം സെപ്പറേറ്റ് വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ടൈം കിട്ടുന്നില്ല സത്യമായിട്ടും. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ചുരുക്കി പറയാം. പേഴ്സണലി ട്രെയിലർ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. ട്രെയിലർ തന്നെ 3 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്നുണ്ട്. അത് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയില്ലേ എന്നൊരു ഡൗട്ട്. സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. സിനിമ ഇറങ്ങുന്നത് ഈ വരുന്ന 14-ാം തീയതിയാണ്. സിനിമയിൽ നമ്മുടെ ആമീർ ഖാൻ വരുന്നുണ്ട്, മലയാളത്തിൽ നിന്ന് സൗബിൻ എത്തുന്നുണ്ട്, പിന്നെ തെലുങ്കിൽ നിന്നും നാഗാർജുന വരുന്നുണ്ട്, പിന്നെ ഉപേന്ദ്ര കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. എടുത്തു പറയേണ്ട ആവശ്യമില്ല, അനിരുദ്ധിൻ്റെ ബീജം കിടിലം. പിന്നെ ഇത് ഒരിക്കലും നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ ആയിരിക്കത്തില്ല. അതായത് പുള്ളിയുടെ ഒരു വൺ മാൻ ഷോ മാത്രമായിരിക്കില്ല. അതായത് ക്യാരക്ടറിൻ്റെ സ്ക്രീൻ പ്രസൻസ് എന്തായാലും സിനിമയിലുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് സൗബിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ സ്ക്രീൻ പ്രസൻസ് അത്യാവശ്യം കൂടുതലുണ്ടാകും. പിന്നെ ആദ്യമായിട്ടായിരിക്കും രജനീകാന്ത് സിനിമയ്ക്ക് ഒരു A സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അതായത് നല്ല രീതിയിൽ വയലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സിനിമയ്ക്ക് 3 മണിക്കൂറോളം ഡ്യൂറേഷൻ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് കേരള. സത്യം പറഞ്ഞാൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് കേരള എന്നാണ്. പിന്നെ കേസൊക്കെ ആയിട്ട് പേരൊക്കെ മാറ്റി അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്തായാലും സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ മാസം തന്നെയാണ്. ഈ വരുന്ന 14-ാം തീയതി ആയിരിക്കും സിനിമ ഒഫീഷ്യലി OTT റിലീസ് നടത്താൻ പോകുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമയുടെ റിലീസ് ഡേറ്റിലാണ് പുറത്ത് വന്ന് കുറേ സ്റ്റിൽസും പുറത്ത് വന്ന്. സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ പുതിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ടൊക്കെയാണ് പറയുന്നത്. സിനിമയിൽ ഹൾക്ക് ഒരു ക്യാമിയോയിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ നെഗറ്റീവ് ഒരു ക്യാമിയോയിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തരാവോ എന്തോ മാർവലൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതെങ്കിലും മര്യാദയ്ക്ക് ചെയ്താൽ മതിയായിരുന്നു. ആകെയുള്ള പ്രതീക്ഷ ഇതാണ്. പിന്നെ ഡൂംസ്ഡേ ഒക്കെ ഉണ്ട്, പിന്നെ സീക്രട്ട് വാറൊക്കെ ഉണ്ട്. അതെല്ലാം പ്രതീക്ഷയുണ്ട്, ഇല്ലെന്നല്ല. നമ്മുടെ തലപ്പതി വിജയ് നായകനാവുന്ന പുതിയ സിനിമയാണ് ജനനായകൻ. ഇത് അവസാന സിനിമയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം. സിനിമയിൽ നിന്നും ഒരു ചെറിയ അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ നമ്മുടെ മലയാളം ആക്ടറായ നരേനും എത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരും സിനിമയിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ വേഷത്തിൽ വരുമെന്നാണ് പറയുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമ ഇറങ്ങുന്നത് വരുന്ന പൊങ്കലിനാണ്. പിന്നെ ചെറിയ പാച്ച് വർക്ക് ഷൂട്ടിംഗ് ബാക്കിയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ചില സ്റ്റിൽസ് എല്ലാം പുറത്ത് വരുന്നുണ്ട്. എന്തിനാണോ എന്തോ.